ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടൈം ഫോർ ഗ്രേറ്റ്നസ്. നമ്മൾ ഏറ്റവും കൂടുതൽ അബ്യൂസ് ചെയ്യുന്ന ഒരു സെൻസ് ഓർഗനാണ് നമ്മുടെ ചെവി. നമ്മുടെ ചെവിയെ നമ്മൾ പല രീതിയിലാണ് മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫലമായി പല ഇയർ പ്രോബ്ലംസും നമുക്കുണ്ടാകുന്നു. ഹിയറിംഗ് ലോസ്, ഇയർ പെയിൻ, ഇയർ ഇൻഫെക്ഷൻ, എക്സസീവ് ഇയർ വാക്സ്, ഇച്ചിങ്, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് ഉണ്ടാവാറുള്ളത്. വെറും ചെവിയുടെ പ്രശ്നം മാത്രമല്ല, താടിയെല്ലിലുണ്ടാകുന്ന സ്റ്റിഫ്നെസ്, തലവേദനകൾ, നെർവസ് ഡിസോർഡർ, ദുർബലമായ എല്ലുകൾ, ഫിസിയോളജിക്കൽ ഇംബാലൻസ്, ബോഡി ബാലൻസ് ചെയ്യുവാനുള്ള ബുദ്ധിമുട്ടുകൾ, ഇവയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കാതുകളെ ശ്രദ്ധിക്കേണ്ട സമയമായിരിക്കുന്നു. ഈ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ചെവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മളുടെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ളതും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതുമായ ഹാബിറ്റ്സിനെ പരിചയപ്പെടും. മാത്രമല്ല, നമുക്ക് നമ്മുടെ ചെവികളെയും അതുമായി അനുബന്ധപ്പെട്ട മറ്റ് അവയവങ്ങളെയും എങ്ങനെയാണ് കൂടുതൽ കാലത്തേക്ക് ഹെൽത്തി ആക്കി വെക്കുക എന്നുള്ളതിനുള്ള ടിപ്സും ലഭിക്കും. ആദ്യം നമുക്ക് പരിശോധിക്കാം, എന്തുകൊണ്ടാണ് ഇയർ ഹെൽത്ത് ഇത്ര ഇമ്പോർട്ടന്റ് ആയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ചെവി എന്നത് കേവലം കേൾക്കുവാൻ വേണ്ടി മാത്രമുള്ള ഒരു അവയവമൊന്നുമല്ല. ചെവി നേരിട്ട് ബ്രെയിനുമായി കണക്ട് ആയിരിക്കുന്നു, കഴുത്തുമായി കണക്ട് ആയിരിക്കുന്നു, സൈനസസുമായി കണക്ട് ആയിരിക്കുന്നു, നമ്മുടെ വായിലേക്കും കണക്ട് ആയിരിക്കുന്നു, എല്ലുകളിലേക്കും കണക്ട് ആയിരിക്കുന്നു. നിങ്ങളുടെ ചെവികൾ അപകടത്തിലാണോ എന്നത് അറിയുവാൻ വേണ്ടിയിട്ടുള്ള ചില ലക്ഷണങ്ങൾ പറഞ്ഞു തരാം. റിങ്ങിങ്, ബസിങ്, റോറിങ്, അതായത് വലിയൊരു ശബ്ദം കേട്ടതിന് ശേഷം നിങ്ങളുടെ കാതിനുള്ളിൽ ഒരു കൂവുന്ന, ഒരു അലയ്ക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ടോ? കഴുത്തുകളിൽ ഒരു സ്റ്റിഫ്നെസ് അനുഭവപ്പെടുന്നുണ്ടോ? താടിയെല്ലിന് സ്റ്റിഫ്നെസ് അനുഭവപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ വായയുടെ ആരോഗ്യം കുറവാണെന്ന് തോന്നുന്നുണ്ടോ? സംസാരിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ ശരീരം ബാലൻസ് ചെയ്യുന്നതിന് എന്തെങ്കിലും ഇൻകാപ്പബിലിറ്റി അനുഭവപ്പെടുന്നുണ്ടോ? ഡിസിനെസ് അനുഭവപ്പെടുന്നുണ്ടോ? അതായത് ഒരു കാലിൽ നിൽക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് വീഴാൻ പോകുന്ന അവസ്ഥ, ശബ്ദം കേട്ടാൽ നിങ്ങൾക്ക് ഹെഡേക്ക് ഉണ്ടാകുന്ന അവസ്ഥയുണ്ടോ? വളരെ വീക്കായിട്ടുള്ള എല്ലുകളാണ് നിങ്ങൾക്കെന്ന് തോന്നുന്നുണ്ടോ? നെർവസ് ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നുണ്ടോ? കാതിൽ നിന്ന് എന്തെങ്കിലും ഫ്ലൂയിഡ് ഒഴുകുന്നുണ്ടോ? വലിയ ശബ്ദങ്ങളോട് വളരെ വലിയ ഇറിറ്റേഷൻ ഉണ്ടാകുന്നുണ്ടോ? ഇതെല്ലാം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാതുകളെ വളരെ ശ്രദ്ധിക്കേണ്ട സമയമായിരിക്കുന്നു എന്ന് സിഗ്നൽ ലഭിക്കുകയാണ്. WHO കണക്കുകൾ അനുസരിച്ച് 4-ൽ ഒരാൾക്ക് ഹിയറിംഗ് പ്രോബ്ലംസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, ചെവിയിലേക്ക് വന്നടിക്കുന്ന വലിയ ശബ്ദങ്ങളാണ്. അത് നിങ്ങൾ ഒരു ഇയർഫോണോ ഹെഡ്ഫോണോ വെച്ച് നിങ്ങൾ വലിയൊരു മ്യൂസിക് കേൾക്കുകയാണെങ്കിലും ശരി, അല്ലെങ്കിൽ വളരെ നോയ്സി ആയിട്ടുള്ള ഒരു എൻവിറോൺമെന്റിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിലും ശരി. എന്നാൽ എങ്ങനെയാണ് ഈ നോയ്സസ് എല്ലാം നിങ്ങളുടെ കേൾവി ശക്തിയെ ബാധിക്കുന്നത്? നമുക്ക് നോക്കാം. നമ്മുടെ കാത് ഉണ്ടാക്കിയിരിക്കുന്നത് 3 പാർട്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. സൗണ്ട് പ്രോസസ് ചെയ്യുവാൻ വേണ്ടി ഈ 3 പാർട്സ് ടുഗദറായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദ ഔട്ടർ ഇയർ, ദ മിഡിൽ ഇയർ ആൻഡ് ദ ഇന്നർ ഇയർ. ഇന്നർ ഇയറിൽ വളരെ ടൈനി ആയിട്ടുള്ള ഹെയർ സെല്ലുകളാണ് ഉള്ളത്. ഈ ഇയർ സെല്ലുകളാണ് ശബ്ദങ്ങളെ പിടിച്ചെടുത്ത് ബ്രെയിനിലേക്ക് നൽകുന്നത്. എന്നാൽ വലിയ ശബ്ദങ്ങൾ ഈ ഇയർ സെല്ലുകളെ നശിപ്പിച്ചു കളയും. ഒരുപാട് കാലമായിട്ട് ധാരാളം ഇയർ സെല്ലുകൾ ഡാമേജ് ആയിക്കൊണ്ടേയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കേൾവി ശക്തി കുറഞ്ഞു വരുവാൻ സാധ്യതയുണ്ട്. വലിയ ശബ്ദത്തിൽ പാട്ടുകളും മറ്റും വെക്കുന്നത്, അതുപോലെ ഇയർഫോൺ ഓർ ഹെഡ്ഫോൺ ഒരുപാട് സമയം വലിയ ശബ്ദത്തിൽ ഉപയോഗിക്കുന്നത്, ഒരുപാട് നീണ്ട ഫോൺ കോളുകൾ ചെയ്യുന്നത്, എന്നും നിങ്ങൾ കോട്ടൺ ബഡ്സ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, ശരിയല്ലാത്ത രീതിയിൽ വിരലുകൾ കാതിനുള്ളിലേക്ക് കടത്തുകയാണെന്നുണ്ടെങ്കിൽ, ചെവിയെ വെറുതെ പിടിച്ച് റബ്ബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ സ്ട്രെസ് ഉണ്ടെങ്കിൽ, സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ, ആൽക്കഹോൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഇതെല്ലാം നിങ്ങളുടെ കേൾവി ശക്തിയെ ബാധിക്കുന്ന വലിയ പ്രശ്നങ്ങളായി മാറിയേക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കാതിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. പ്രധാനപ്പെട്ട ഒരു കാര്യം, എപ്പോഴെല്ലാം നിങ്ങൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നോ അപ്പോഴെല്ലാം അത് ലൗഡ് സ്പീക്കർ മോഡിൽ ഇട്ടിട്ട് അറ്റൻഡ് ചെയ്യുക. വലിയ കൺവെർസേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇയർ പ്ലഗ്സ് ഉപയോഗിച്ചതിന് ശേഷം 60% കൂടാത്ത ഒരു വോളിയം വെച്ചുകൊണ്ട് ചെറിയ വോളിയത്തിൽ കേട്ടുകൊണ്ട് സംസാരിക്കുക. നമ്മൾ TV കാണുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ വോളിയത്തിൽ കാണുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക. വളരെയധികം ശബ്ദങ്ങളുള്ള ഒരു സ്ഥലത്തിരുന്നിട്ടാണ് നിങ്ങൾ ജോലി ചെയ്യേണ്ടി വരുന്നതെങ്കിൽ കാതുകളിൽ എപ്പോഴും ഒരു ഇയർ പ്ലഗ് ഫിറ്റ് ചെയ്യുക. ഇത് ഏതൊരു മെഡിക്കൽ സ്റ്റോറിലും നിങ്ങൾക്ക് കിട്ടും. കാതുകളെ സംരക്ഷിക്കാൻ ഇയർ പ്ലഗ്സ് വളരെ ഉപയോഗപ്രദമാണ്. വളരെ ഈസി ആയിട്ട് അത് കാതിൽ ഫിറ്റ് ചെയ്യാനും പറ്റും. അതിനുശേഷം നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് ചെയ്യാം. കാതുകൾ സ്വയം ക്ലീൻ ചെയ്യാൻ കഴിവുള്ള ഒരു അവയവമാണ്. നമ്മൾ കാതുകളെ ക്ലീൻ ചെയ്യുവാൻ വേണ്ടി യാതൊരു എക്സ്റ്റേണൽ സപ്പോർട്ടും ചെയ്യേണ്ട ആവശ്യമില്ല. കാതിലെ വാക്സ് നമ്മൾ ക്ലീൻ ചെയ്ത് കളയേണ്ട ആവശ്യമേ ഇല്ല. കാതുകളിലെ വാക്സ് എന്ന് പറയുന്നത് കാതുകളിലെ ലൂബ്രിക്കൻ മാത്രമല്ല, കാതിനകത്തേക്ക് കയറിക്കൂടാൻ സാധ്യതയുള്ള ചെറു ജീവികളും അതുപോലെയുള്ള അണുക്കളെയെല്ലാം തുരത്തുവാൻ ഈ വാക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് സ്ഥിരമായിട്ട് കോട്ടൺ ബഡ്സ് ഉപയോഗിച്ച് ചെവി ക്ലീൻ ചെയ്യുന്നത് തികച്ചും ശരിയല്ലാത്തൊരു ശീലമാണ്. ഇനി കൂടുതൽ വാക്സ് ഉണ്ടെങ്കിൽ വൃത്തിയായി ക്ലീൻ ചെയ്യുവാൻ മറ്റു വഴികൾ പലതുമുണ്ട്. ആയുർവേദം പറയുന്നത് ചെവികൾ എന്ന് പറയുന്നത് ഒരു പ്രൈമറി വാത ഓർഗൻ ആണ്. അതായത് അത് നേരിട്ട് ബോൺ ടിഷ്യൂ ലെയറിലേക്ക് ബന്ധപ്പെട്ടിരിക്കുന്നു, അതുപോലെ തന്നെ നെർവസ് ടിഷ്യൂ ലെയറിലേക്കും ബന്ധപ്പെട്ടിരിക്കുന്നു. വളരെ ചെറിയൊരു സമയം കൊണ്ട് കാതുകൾ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയ ആയുർവേദത്തിൽ പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. കാതുകളുമായി ബന്ധപ്പെട്ട ഒരുവിധം എല്ലാ ഡിസോർഡറുകളും നമുക്ക് ഈ ക്ലീനിങ്ങിലൂടെ പരിഹരിക്കുവാൻ കഴിയും. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ കാതിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് വളരെ നല്ല ടിപ്പുകൾ നൽകുന്നുണ്ട്. അഥവാ ഒരു വ്യക്തിക്ക് ശരീരം മസാജ് ചെയ്യുവാൻ വേണ്ടി സമയമില്ല എന്നിരിക്കട്ടെ, ഇതിനു പോലും സമയമില്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് 3 സ്ഥലത്തെങ്കിലും നിങ്ങൾ ഓയിലിംഗ് ചെയ്യണമെന്നാണ് ആയുർവേദം പറയുന്നത്. ഒന്ന് നിങ്ങളുടെ തലയുടെ നെറുകിൽ, മറ്റൊന്ന് നിങ്ങളുടെ കാതുകളുടെ ദ്വാരങ്ങളിൽ, മറ്റൊന്ന് നിങ്ങളുടെ കാലിന്റെ അടിഭാഗത്ത്.
ഇതെല്ലാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചെയ്താൽ മതി. ആയുർവേദം പറയുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ഫസ്റ്റ് ലെവൽ നോക്കാം. അഥവാ നിങ്ങളുടെ കാതുകൾക്ക് യാതൊരു പ്രശ്നവും ഇല്ലാന്നിരിക്കട്ടെ, എന്നാൽ നിങ്ങളുടെ കാതുകളെ നിങ്ങൾക്ക് ഒരുപാട് കാലത്തേക്ക് നല്ല ആരോഗ്യത്തോടെ കൊണ്ടുപോകണമെന്നുണ്ടെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രാക്ടീസ് ചെയ്യുക. എല്ലാ ദിവസവും രാവിലെ കുളി കഴിഞ്ഞ ശേഷം ഒരു നൈസ് ക്ലോത്ത് എടുത്തിട്ട് നിങ്ങളുടെ കാതുകളെ വളരെ ജെന്റ്ലി ക്ലീൻ ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ചൂണ്ടുവിരൽ ഉപയോഗിച്ചുകൊണ്ട് പ്യുവറായ കോൾഡ് പ്രസ്ഡ് ഓയിൽ 2 ചെവികളിലും അപ്ലൈ ചെയ്യുക. ഹോട്ട് പ്രസ്സിംഗ് ചെയ്ത ഓയിൽ ആയിരിക്കരുത്, കോൾഡ് പ്രസ്ഡ് ഓയിൽ ആയിരിക്കണം. അത് കടുകെണ്ണയാകാം, അല്ലെങ്കിൽ എള്ളെണ്ണയുമാകാം. ഇത് നിങ്ങളുടെ കാതുകൾക്ക് ഒരു നർച്ചറിംഗ് നൽകുമെന്ന് മാത്രമല്ല, ഇത് നിങ്ങളുടെ കാതിലെ എക്സസീവ് ആയിരിക്കുന്ന വാക്സിനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഔട്ട് ചെയ്യുവാൻ സഹായിക്കും. ഇങ്ങനെ ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് കാതിനുള്ളിൽ എക്സസീവായി നിൽക്കുന്ന പഴയ വാക്സിനെ എല്ലാം ഇളക്കി പുറത്തേക്ക് ഓട്ടോമാറ്റിക്കായി കൊഴിഞ്ഞു വീഴാൻ സഹായിക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ ലെവലിൽപ്പെട്ട ആളുകൾക്കുള്ള പ്രാക്ടീസ് പറഞ്ഞു തരാം. അഥവാ നിങ്ങൾ ദിവസവും സ്വിം ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും കാതിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇയർ പെയിൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് ശബ്ദമുള്ള ഒരു സ്ഥലത്താണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, അങ്ങനെയെങ്കിൽ നിങ്ങൾ ഗാർലിക് ഓയിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള കർണപ്രതിസാരണം ചെയ്യണം. കാതിന്റെ കൂടുതലും പ്രശ്നങ്ങളെല്ലാം വൈറൽ പ്രശ്നങ്ങളാണ്. ഇതിനുള്ളൊരു പരിഹാരം എന്താണെന്ന് വെച്ചാൽ, ഗാർലിക് ഓയിൽ എപ്പോഴും ആന്റി ബാക്ടീരിയൽ ആൻഡ് ആന്റി വൈറൽ ഇഫക്റ്റ് ആണ് ഉണ്ടാക്കി തരിക. ഇത് വളരെ യൂസ്ഫുൾ ആയ ഒരു ട്രിക്കാണ്. ഇതെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ, ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 50 ml എള്ളെണ്ണ ഒഴിക്കുക. അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ചതച്ച ശേഷം ഇടുക. ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ച് അതിനെ ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കുക. അതിനുശേഷം അത് അരിച്ചെടുത്തിട്ട് തണുക്കുവാൻ വേണ്ടി അനുവദിക്കുക. കാതിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ടെമ്പറേച്ചർ സ്വന്തം കയ്യിലേക്ക് ഒറ്റിച്ചു നോക്കിക്കൊണ്ടെന്ന് പരിശോധിക്കുക. അതിനുശേഷം ഒരു കോട്ടൺ പീസിൽ ഈ എണ്ണ മുക്കിയിട്ട് കാതിന്റെ 1 സെന്റിമീറ്റർ അകത്തേക്ക് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓരോ തവണ നമ്മൾ ഈ എണ്ണ ഉപയോഗിക്കുമ്പോഴും ഈ എണ്ണ ഒരു ചൂടുവെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് ഒരു 25 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കുക. അതിനുശേഷം കയ്യിൽ ഒട്ടിച്ചു നോക്കി മിതമായ ചൂട് മാത്രമേ ഉള്ളൂ ഉറപ്പുവരുത്തിയ ശേഷം കാതിൽ അപ്ലൈ ചെയ്യാം. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് രാത്രി കിടക്കുന്നതിന് മുൻപാണ്. ആഴ്ചയിൽ 2-3 തവണ നിങ്ങൾക്ക് ഈ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ലെവൽ 3 നോക്കാം. ലെവൽ 3 എന്ന് പറയുന്നത് കേവലം കാതിന്റെ പ്രശ്നം മാത്രമുള്ളവർക്കല്ല, കാതിലേക്ക് കണക്റ്റഡ് ആയിരിക്കുന്ന മറ്റ് പല അവയവങ്ങളും തകരാറിലായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ലെവൽ 3-ലാണെന്ന് പറയാം. ടിനിറ്റസ്, ഇയർ പെയിൻ, കഴുത്തുവേദന, താടിയെല്ല് വേദന, നെർവസ് ഡിസോർഡർ, ഫിസിയോളജിക്കൽ ഇംബാലൻസ് ഇതെല്ലാം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കർണപൂരണമാണ്. കർണപൂരണം എന്നത് ടൈം ടെസ്റ്റഡ് ആയിട്ടുള്ള വളരെ ഏൻഷ്യന്റ് ആയ ഒരു റിച്വലാണ്. കാതുകളുടെ ഹാർമണി എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. കർണപൂരണം എന്നാൽ കാത് നിറയ്ക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഇതിന്റെ ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ, ആദ്യം നിങ്ങൾ എള്ളെണ്ണ എടുത്ത് ചൂടാക്കുക, പിന്നെ അതിനെ തണുക്കാൻ അനുവദിക്കുക. അതിനുശേഷം അത് അരിച്ച് ശുദ്ധമാക്കി ഒരു കോട്ടണിൽ എണ്ണ ഒപ്പിയെടുത്ത് കാതിലേക്ക് ആ എണ്ണയെ നിറയ്ക്കുക. ചരിഞ്ഞു കിടന്നുകൊണ്ട് 15 മിനിറ്റോളം ആ എണ്ണയെ കാതിൽ തങ്ങി നിൽക്കാൻ അനുവദിക്കുക. അതിനുശേഷം പതുക്കെ എഴുന്നേറ്റുകൊണ്ട് ആ കാതിനെ താഴേക്ക് വരുന്ന പോലെ ചരിച്ചു കൊടുക്കുക. അപ്പോൾ ആ എണ്ണ മുഴുവൻ പുറത്തേക്ക് ഒഴുകി വരുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് ഒരു പഞ്ഞി ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചുകൊണ്ടോ ചെയ്യാവുന്നതാണ്. ഇതാണ് നിങ്ങളുടെ കാതിൽ നിന്നും വാദം പുറത്തു കളയുവാനുള്ള ഏറ്റവും നല്ല ഐഡിയ. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ കാതിൽ ഒഴിച്ച എണ്ണയിൽ നിന്ന് ചില കുമിളകൾ പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. കർണപൂരണം എന്നത് വളരെ ഡീപ്പ് എഫക്റ്റ് ഉണ്ടാകുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. ഇത് നിങ്ങൾക്ക് മാസത്തിൽ 1 തവണ മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ചെവിയിൽ നിങ്ങൾക്ക് കാര്യമായ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, കാതിൽ നിന്ന് എന്തെങ്കിലും ലിക്വിഡ് ഒഴുകുന്ന അവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രാക്ടീസ് ഒരിക്കലും ചെയ്യരുത്. കർണപൂരണം എന്നത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇയർ ക്ലീനിങ് പ്രോസസ് ആണ്. നിങ്ങൾ ആരുടെയെങ്കിലും മേൽനോട്ടത്തോടു കൂടി മാത്രമേ ഈ കാര്യം ചെയ്യുവാൻ പാടുള്ളൂ. ചില സമയങ്ങളിൽ ഗാർലിക് ഓയിലും അതുപോലെ മറ്റു ചില ഓയിലുകളെല്ലാം കർണപൂരണം ചെയ്യുവാൻ വേണ്ടി ആയുർവേദിക് ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. മോഡേൺ സയൻസ് അനുസരിച്ചുള്ള മെഡിസിനിൽ കർണപൂരണത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും ആയുർവേദത്തിൽ കാതിന്റെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും കർണപൂരണം നല്ല ഒരു പ്രതിവിധിയായി പറയുന്നു. കർണപൂരണമോ കർണപ്രതിസാരണമോ ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ കാതുകളെ നന്നായി മസാജ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇയർ ഓയിലിംഗ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് ഭ്രാമരി പ്രാണായാമം, അനുലോം വിലോം പ്രാണായാമം ഇവ രണ്ടും കാതുകൾക്ക് വളരെ സപ്പോർട്ടീവായിട്ടുള്ള ബ്രീത്തിങ് എക്സസൈസുകളാണ്. അതുപോലെ സർവാംഗാസന, പർവ്വതാസന ഇവ ചെയ്യുന്നതും കാതുകൾക്ക് വളരെ ഗുണപ്രദമായിരിക്കും. ശരി, പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടി റീക്യാപ്പ് ചെയ്യുകയാണ്. ലൗഡ് നോയ്സ് ഒഴിവാക്കുക, എക്സസീവ് യൂസ് ഓഫ് ഇയർഫോൺസ്, ഇയർഫോൺ ഒരുപാട് ഉപയോഗിക്കുന്നത് കുറയ്ക്കുക, ഫോണിൽ കൂടുതൽ നേരം കൺവെർസേഷൻ ചെയ്യാതിരിക്കുക, കോട്ടൺ ബഡ്സ് ഒരുപാട് ഉപയോഗിക്കാതിരിക്കുക, ആവശ്യമില്ലാതെ വിരലുകൾ ഉപയോഗിച്ച് കാത് ചൊറിയാതിരിക്കുക, കാതിനെ ഒരുപാട് പിടിച്ച് വലിക്കുകയോ റബ്ബ് ചെയ്യുകയോ ചെയ്യാതിരിക്കുക, സ്ട്രെസ്, സ്മോക്കിംഗ്, ആൽക്കഹോൾ എന്നിവ ഒഴിവാക്കുക. ഇവയെല്ലാം നമ്മുടെ കാതിനെ ഡാമേജ് ചെയ്യും. ഇനി നിങ്ങളുടെ കാതുകൾ അപകടത്തിലായിരിക്കുന്നു എന്നുള്ളതിന് ബോഡി കാണിക്കുന്ന ചില സിഗ്നലുകൾ ഒന്നുകൂടി റീക്യാപ്പ് ചെയ്യാം. നിങ്ങളുടെ കാതുകൾ കൂവിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, കഴുത്ത് സ്റ്റിഫായിരിക്കുന്ന അവസ്ഥ, താടിയെല്ലുകൾ സ്റ്റിഫായിരിക്കുന്ന അവസ്ഥ, വളരെ പൂറായിരിക്കുന്ന ഓറൽ ഹെൽത്ത്, സംസാരിക്കുവാനുള്ള ട്രബിൾ, ശരീരം ബാലൻസ് ചെയ്യുവാനുള്ള ബുദ്ധിമുട്ട്, ഒറ്റക്കാലിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് വീഴാൻ പോകുന്ന അവസ്ഥ, ശബ്ദം കേൾക്കുമ്പോൾ എല്ലാം ഉണ്ടാകുന്ന തലവേദന,
വളരെ വീക്കായിരിക്കുന്ന എല്ലുകൾ, നെർവസ് ഡിസോർഡറുകൾ, കാതിൽ നിന്ന് എന്തെങ്കിലും ഫ്ലൂയിഡ് ഒഴുകുന്നുണ്ടെന്ന്, കാതിൽ നിന്ന് ഫ്ലൂയിഡ് ഒഴുകുന്ന അവസ്ഥ, കാത് എപ്പോഴും ഇറിറ്റേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ, ഇതെല്ലാം നിങ്ങളുടെ കാതുകൾ അപകടത്തിലായിരിക്കുന്നു എന്നുള്ളതിന് ബോഡി കാണിക്കുന്ന ലക്ഷണങ്ങളാണ്. കാതുകളെ രക്ഷിക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്ന പ്രിക്കോഷൻസ് ആദ്യം സ്വീകരിക്കുക. ആയുർവേദം പ്രിഫർ ചെയ്യുന്ന ഓയിലിംഗ് മെത്തേഡുകൾ ഉപയോഗിക്കുക. ലെവൽ 1 ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് കോൾഡ് പ്രസ്ഡ് ഓയിൽ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം ചൂണ്ടുവിരൽ കൊണ്ട് ചെവികളിൽ എണ്ണ തടവുക എന്നും കുളിച്ചതിന് ശേഷം. ലെവൽ 2 പ്രാക്ടീസ് എന്ന് പറയുന്നത് ചെറിയ ചൂടുള്ള ഗാർലിക് ഓയിൽ ചെവികളുടെ ഉള്ളിലേക്ക് 1 സെന്റിമീറ്ററിലേക്ക് കോട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ആഴ്ചയിൽ 2-3 തവണ അപ്ലൈ ചെയ്യുക. ലെവൽ 3 കർണപൂരണമാണ്. മാസത്തിൽ ഒരിക്കൽ മാത്രം ചെയ്യാവുന്ന ചെറിയ ചൂടുള്ള ശുദ്ധമായ എള്ളെണ്ണ ചെവിയുടെ അകത്തേക്ക് 15 മിനിറ്റ് ഒഴിച്ചു നിറച്ചു വെക്കുന്നതാണ്. ഇത് ഒരു എക്സ്പേർട്ടിന്റെ സൂപ്പർവൈസോട് കൂടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ കാതുകളെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടുപഠിച്ചത്. നിങ്ങൾക്ക് കാതുകളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു പ്രാക്ടീസ് ചെയ്തു നോക്കാം. എപ്പോഴും ലെവൽ 3 ചെയ്യുന്ന സമയത്ത് ഒരു എക്സ്പേർട്ടിന്റെ ഹെൽപ്പോട് കൂടി മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ടൈം ഫോർ ഗ്രേറ്റ്നസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശരി, വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.